Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Prayer പറഞ്ഞോ ട്ടോ. A very cheerful good morning, everyone. It's great to see you all here today. We are going to start today's event by taking a moment to connect with the divine and invite peace and harmony into our day. Prayer invigorates us and guides our thoughts and actions towards harmony and goodwill. Let's make our day beautiful and blessed by connected with God through prayer. Let's take a moment to collect our thoughts and bring ourselves to a calm and peaceful state. Let's begin our prayer. And now I would like to invite Ranjini to lead us in our prayer. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയായി നീ കടന്നിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. Good morning, all. Thank you. I would like to invite Ashwati to sign in the class. Good morning, everyone. Today's class is held by Abanna ma'am. I welcome Abanna ma'am to the class and I welcome all my friends. Thank you, Ashwati. As we begin this new day, let's look for inspirations to guide us. Every day brings new opportunities, and a few powerful words can set our directions. To kickstart our day with wisdom, we have our thought of the day. Today's thought is a simple yet profound idea, the journey of the sound. Miles begin us with a single step. This reminds us that big achievements start with small, consistent efforts. Let's carry the spirit of beginning today. Now, I would like to invite Rosemary to share today's thought with us. Good morning, teachers and dear friends. Today's thought: all of us do not have equal talent, but all of us have an equal opportunity to develop our talent. Dr. APJ Abdul Kalam. Thank you. Good morning, all. Good morning, ma'am. Good morning, Miss. Good morning, Miss. Good morning, Miss. Okay, good morning. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? ഓർമ്മയില്ലേ? Children with visual impairment. അതല്ലായിരുന്നു. ഓക്കെ, ഹെൽത്ത് കെയറില് ചൈൽഡ് വെൽഫെയറില് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് ആക്ഷൻ സോങ് ഒക്കെ ചെയ്തോ? അങ്ങനെ ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു മാഡം. ഓക്കെ, അപ്പൊ നമ്മള് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് കംപ്ലീറ്റ് ആയോ? നമ്മളെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ കാര്യമാണ് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. നമ്മളെ പോലെ തന്നെ അവർക്കും കമ്പൽസറി എഡ്യൂക്കേഷൻ കിട്ടാനായിട്ട് അർഹതയുണ്ട്. സോ നമുക്ക് നോർമൽ ഇപ്പൊ എന്താ പറയാ പൂർണ്ണമായിട്ട് കാഴ്ച ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് എന്താ പറയാ നമ്മളുടെ സാധാരണ രീതിയിലുള്ള എഡ്യൂക്കേഷൻ പറ്റില്ല. അപ്പൊ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പല കാരണങ്ങളാൽ ചിലപ്പോൾ ജന്മനാലെ കാഴ്ച നഷ്ടപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ആ അസുഖങ്ങളാൽ കാഴ്ചകൾ നഷ്ടപ്പെട്ടവരായിരിക്കാം. അങ്ങനെ മേ ബി ഡേഞ്ചറസ് കെമിക്കൽസ് അല്ലെങ്കിൽ എന്താ പറയാ മെൻജൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓർ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. വിഷ്വൽ ഇമ്പയർമെന്റിന്റെ ഹാർഡ്നെസ് അനുസരിച്ച് ആ ഒരു കോമ്പൻസേറ്ററി ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷന് നീഡ്സും വേരി ചെയ്യും. നമ്മുടെ കുട്ടികളെ നമ്മൾ ടീച്ചേഴ്സ് ആവാൻ നിങ്ങളെല്ലാവരും ടീച്ചേഴ്സ് ആവാനായിട്ട് റെഡിയാവാണ്. അതേപോലെ നിങ്ങളെല്ലാവരും അമ്മമാരായിരിക്കും. അപ്പൊ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എന്ന് ചെറുപ്പം മുതലേ നമ്മൾ അവർക്ക് ട്രെയിൻ ചെയ്യണം. അവരെ ഐ എങ്ങനെ ക്ലീൻ ചെയ്യണം, അതേപോലെ തന്നെ ഐക്ക് ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് പീരിയോഡിക് ചെക്കപ്പ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒഫ്താൽമിക് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഐ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻസ്, പീരിയോഡിക് ചെക്കപ്പ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം കുട്ടികളിൽ കാഴ്ചപരിമിതി ഉണ്ടോ എന്ന് നേരത്തെ തിരിച്ചറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നേരത്തെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ടീച്ചേഴ്സിന് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് ബോർഡിൽ എഴുതിയത് കോപ്പി ചെയ്ത് എഴുതിയെടുക്കില്ലേ, നോട്ട് ബുക്സിലേക്ക് എഴുതിയെടുക്കുമ്പോൾ അത് എന്താ പറയാ അവന് വ്യക്തമായിട്ട് എഴുതുന്നില്ലെങ്കിൽ, അവന് എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്താതെ നമ്മൾ അവന് എന്താണ് പ്രശ്നം എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഐ പ്രോബ്ലം ആയിരിക്കും. ഞാൻ എന്റെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് അവന് എന്താ പറയാ ബോഡിയിൽ കോപ്പി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ എഴുതി കൊടുക്കുന്നതൊക്കെ നല്ല ഭംഗിയിൽ എഴുതും. കാരണം ഓൾറെഡി എന്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് ബിഗ് ആണ്, അത്യാവശ്യം നല്ല ഉരുണ്ട ഹാൻഡ് റൈറ്റിംഗ് ആണ്. സോ അത് നോക്കി അവന് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ അവന്റെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷെ അവര് അത് നിസ്സാരം എന്നുള്ള രീതിയിലാണ് വിട്ടത്. പിന്നീട് സ്കൂളിൽ എന്താണ് ക്യാമ്പ് നടന്നപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം കണ്ടെത്തി. ഇപ്പൊ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ആൾക്ക് പണ്ടത്തെ പോലത്തെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആള് അത് ഓവർകം ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആണ്. കേൾവി പരിമിതിയുള്ള കുട്ടികൾ കേട്ടോ. കേൾവി പരിമിതിയുള്ള കുട്ടികൾ എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് വേണ്ടത്? ഇത് തന്നെയാണ് കോമ്പൻസേറ്ററി ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവും. അവർക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കുട്ടികൾക്ക് ഉണ്ടാവും. കാരണം അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ മറ്റുള്ളവർ അവരെ കുറിച്ച് പറയുന്നതൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹിയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരും. നമ്മളെല്ലാവരും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റുമ്പോൾ അവർക്ക് അങ്ങനെ അവരുടെ അഭിപ്രായങ്ങളൊന്നും അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല. കാരണം മറ്റു കുട്ടികൾ കളിയാക്കിയൊക്കെ ചെയ്യും. ചില ഒരു വേർഡ് പറഞ്ഞിട്ട് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ മോശമായിട്ട് അപ്പൊ ആ പേരൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അവർ മെന്റലി അത് അഫക്ട് ചെയ്യും. നമ്മൾ കുഞ്ഞു കുട്ടികളാ, അവർക്ക് ചിലപ്പോൾ കേൾവി കുറവുണ്ടാവുമായിരിക്കും. പക്ഷെ അവരെ നമ്മളിപ്പോ കോമൺ ആയിട്ട് എല്ലാവരും ഒരു പേരൊക്കെ പറഞ്ഞ് വിളിക്കും. അത് അവരുടെ ഭയങ്കരമായിട്ട് ബാഡ് ആയിട്ട് എന്ത് ചെയ്യും, അത് അഫക്ട് ചെയ്യും. അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. പിന്നെ പഠിക്കാൻ വരാനായിട്ട് അവരുടെ താല്പര്യം കുറയും. സോ നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എംപത്തറ്റിക് മൈൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു കെയർ ആണ് അവർക്ക് വേണ്ടത്. അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ചിലപ്പോൾ അവർ ലിപ് റീഡിങ് നല്ല രീതിയിൽ മനസ്സിലാക്കും. നമ്മുടെ ലിപ്പുകളുടെ മൂവ്മെന്റ് അവർക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലിപ് മൂവ്മെന്റ് വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, അത് കൺവേർട്ട് ചെയ്തെടുക്കും. അവരുടെ ലാംഗ്വേജിൽ അത് മനസ്സിലാക്കി എടുക്കും. ചിലപ്പോൾ നമ്മളുടെ ആക്ഷൻസിലൂടെ അവരെന്ത് ചെയ്യും, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കും. സോ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കുറച്ച് കെയർ കൂടുതൽ കൊടുക്കണം. ഹിയറിംഗ് എയ്ഡും കാര്യങ്ങളുണ്ട്. അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ച്, ഹിയറിംഗിന്റെ ആ ഒരു ഗ്രാവിറ്റി, ആ ഒരു തോതനുസരിച്ച് നമ്മൾ ഹിയറിംഗ് എയ്ഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറച്ച് ചില കുട്ടികളിൽ കേൾവി പ്രശ്നങ്ങൾ കുറവായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു ഹിയറിംഗ് ഇമ്പയർമെന്റ് വരുന്നത്? ഫാമിലിയിൽ ആർക്കെങ്കിലും ഹിയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ അച്ഛനോ അമ്മയോ ഡെഫ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ആ കുട്ടിക്ക് ഹിയറിംഗ് പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ക്ലോസ് റിലേഷൻ മാരേജസ്.
നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ലോസ് റിലേഷൻ മാരേജ് ഇന്ന് നമ്മുടെ കേരളത്തിലില്ല. തമിഴ്നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു മാരേജ് ആണ്. മുറയും മാമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ആങ്ങളേനെ ആയിരിക്കും കുട്ടി കല്യാണം കഴിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാ നമ്മൾ മുറപ്പെണ്ണ് മുറച്ചേക്കൻ, അങ്ങനെ ആ ഒരു ക്ലോസ് റിലേഷനിൽ മാരേജസ് വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ. ഈ ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പൊ എന്താ പറയാ, ഫാദറിന്റെ ബ്ലഡ് പോസിറ്റീവും മദറിന്റെ നെഗറ്റീവും വരുമ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ ഈ ഒരു ഹിയറിംഗ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസോ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ മീസിൽസ് പോലുള്ള അസുഖങ്ങൾ വരാണെങ്കിൽ ഹിയറിംഗ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മീസിൽസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കുട്ടിയിൽ കേൾവിക്കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. മീസിൽസ് എന്ന് പറയുന്ന പോർഷൻ ഞാൻ എടുത്തപ്പോ പറഞ്ഞില്ലേ, ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന് അത് അഫക്ട് ചെയ്യും. അപ്പൊ മീസിൽസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ഹിയറിംഗ് പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, പിന്നെ നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആൽക്കഹോള് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നർക്കോട്ടിക്സ്, അതേപോലെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആണെങ്കിൽ കുട്ടിക്ക് ഇതേപോലത്തെ ഡിസബിലിറ്റീസ് വരാം, ഇതേപോലെ ഹിയറിംഗ് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പറയും നമ്മൾ ആരും അതൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ മിസ് എന്ന്. പക്ഷേ ഇപ്പൊ വളർന്നു വരുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഇതിനെല്ലാം അടിമയായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെല്ലാം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും ഈ ഡ്രഗ്സും കാര്യങ്ങളും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതേ ശീലങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികളെ, ജനിക്കാനിരിക്കുന്ന കുട്ടികളെ വരെയും അത് അഫക്ട് ചെയ്യും. ദെൻ ഡ്യൂറിങ് ഡെലിവറി കുട്ടികളിൽ ലാക്ക് ഓഫ് ഓക്സിജന്റെ കുറവ് കൊണ്ട് ഇതേപോലുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്താണ്, ബർത്ത് എന്താ പറയാ പ്രീമച്യൂർ ബർത്ത് ആയിട്ടുള്ള കുട്ടികളിൽ ഈ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ദെൻ ബർത്തിന്റെ ടൈമില് കുട്ടിയുടെ വെയിറ്റ് 1.200 kg താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസബിലിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. സോ നമ്മള് ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് സ്പെഷ്യൽ ആൻഡ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഈസ് നീഡഡ് ഫോർ പീപ്പിൾ ഹു ആർ ഡിസേബിൾഡ് ബൈ ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് മെയിൻ ആയിട്ട് ഈ കോമ്പൻസേറ്ററി ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നിങ്ങള് മനോരമ ന്യൂസ് ആണെന്ന് തോന്നുന്നു, മനോരമയോ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്, അതില് ന്യൂസ് റീഡ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ ത്രൂ ആക്ഷൻസിലൂടെ ന്യൂസ് പറയുന്നത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ആക്ഷൻസിലൂടെയാണ്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. കാരണം അവർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്താണ്? കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ്. നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ഒരു ലാംഗ്വേജ് അറിയാം, നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 10 മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമെന്ന്? അല്ലെങ്കിൽ വേണ്ട, ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലാലോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല, നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റൂല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും. സോ നമ്മള് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി നമ്മൾ അവർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നമ്മൾ അവരോട് എന്ത് ചെയ്യണം? അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഹിയറിംഗ് ഇമ്പയർമെന്റ് മേ ബി ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി. നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും പൂർണ്ണമായിട്ട് കേൾവിക്കുറവ് ആണ് എന്ന്, കേൾവിയില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ചിലവർക്ക് എന്താ പറയാ ചെറിയ സൗണ്ടുകൾ കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ചിലവർക്ക് കുറച്ച് ഹിയറിംഗ് എയ്ഡ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ കുറെ അതിന്റെ ഡിഫറെന്റ് ഗ്രാവിറ്റീസ് അനുസരിച്ച് ആ ഹിയറിംഗ് ഇമ്പയർമെന്റ് വേരി ചെയ്യുന്നുണ്ട്. Hence, these children require different level of treatment. എല്ലാ കുട്ടികൾക്കും ഓരോ ട്രീറ്റ്മെന്റ് അല്ല, അവർക്ക് ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് അവരുടെ ട്രീറ്റ്മെന്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വേരി ചെയ്തുകൊണ്ടിരിക്കും. ഹിയറിംഗ് എയ്ഡ് അഫക്ട്സ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഡിഫറെന്റ് വേ. ഞാൻ പറഞ്ഞില്ലേ, ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. ഹിയറിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ
അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരും. അതേപോലെ തന്നെ അവരെ മോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മറ്റു കുട്ടികൾ കളിയാക്കും. ഇപ്പൊ നോർമൽ ഒരു സ്കൂളിലാണ് അവർ പഠിക്കുന്നതെങ്കിൽ മറ്റു കുട്ടികൾ അവരെ എന്താണ് മോശമായിട്ട് പറയും, കളിയാക്കും, ഫൂൾ ചെയ്യാനൊക്കെ താല്പര്യം കൂടുതലായിരിക്കും. സോ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ ശ്രദ്ധയിൽ, നിങ്ങൾ ടീച്ചേഴ്സ് ആവുമ്പോൾ ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവരെ വാൺ ചെയ്ത് തരണം. അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവർക്കൊരു പണിഷ്മെന്റ് ആയിട്ട് ഫുൾ ഡേ അവനോട് മിണ്ടരുതെന്ന് പറയണം. ഫുൾ ഡേ ആ ഒരു കുട്ടി, ഇപ്പൊ അവന നമ്മളെ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടീനെ കളിയാക്കി ഒരു കുട്ടീനെ നമുക്ക് പണിഷ് ചെയ്യാം. ഫുൾ ഡേ അവന് ഒന്നും മിണ്ടരുത്. അപ്പൊ മനസ്സിലാവും അവന് ആ കുട്ടി അനുഭവിക്കുന്ന ആ ഒരു വിഷമവും കാര്യങ്ങളും അവന് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. സോ they should be give special training. സോ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണെന്ന് പറഞ്ഞല്ലേ, കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവരിൽ എങ്ങനെ പോസിബിൾ ആകുന്നത്? ത്രൂ ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും. അവര് ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേഷൻ. ലിപ് റീഡിങ് കോമൺ ആണ്. ഇത് രണ്ടും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആക്ഷൻസ് പ്ലസ് ലിപ് റീഡിങ്ങിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നവരുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ among them normally take place in 3 ways. Through actions, lip reading or healthy combos of both of this. ഈ രണ്ട് കാര്യത്തിന്റെയും ഹെൽത്തി കോംബോയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ ഇവരായിട്ട് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ കുട്ടികളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല വേണ്ടത്, അവരെ ഒപ്പം നിർത്തി അവരെ പ്രശ്നം എന്താണെന്ന് പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കോ?
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ. നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഫിസിക്കൽ ഡിസബിലിറ്റി എന്നാണ് നമ്മളുടെ ടെസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അതൊന്ന് തിരുത്തി ഡിസബിലിറ്റി എന്നുള്ളത് മാറ്റി നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് എന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞോ, ഡിസേബിൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോഴൊക്കെ ഡിസേബിൾഡ് ചിൽഡ്രൻസ് എന്ന് പറയാതെ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് എന്ന് യൂസ് ചെയ്യാം. അവര് നമ്മൾ വിചാരിക്കും അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന്, പക്ഷെ അവർക്ക് അതിനേക്കാൾ കൂടുതൽ കഴിവുകളും കാര്യങ്ങളും ഉണ്ടാവും. സോ അവരുടെ കുറവുകളെ എടുത്തു കാണിക്കാതെ, അവരുടെ വീക്ക്നെസ്സിനെ നമ്മൾ എടുത്തു കാണിക്കാതെ, അവരുടെ നല്ല ക്വാളിറ്റീസിനെ, ഗുഡ് ക്വാളിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി. ഞാൻ ഈ ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ എല്ലാ ക്ലാസ്സിലും ഒരു കാര്യം പറയാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കഥയാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ ഞങ്ങൾ എല്ലാവരും വിളിച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെയാണ് വെച്ചാൽ പുതിയ കുട്ടികളൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്ന സമയമാണ്. കാരണം UP സെഷനിൽ നിന്ന് നമ്മൾ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ പുറത്തുനിന്ന് കുറെ കുട്ടികൾ നമ്മുടെ ഹൈസ്കൂളിലേക്ക് വരും. ഞങ്ങളുടെ ഭാഗത്ത് അന്ന് എന്റെ സ്കൂളിൽ മാത്രമേ ഹൈസ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ അവിടെ ഹയർ സെക്കൻഡറി ഉണ്ട്. സോ ഇവിടെ പഠിച്ച കുട്ടികൾക്ക് എന്തായാലും ഹയർ സെക്കൻഡറിയിൽ പോവാലോ, HSലേക്ക് പോവാലോ എന്ന് വിചാരിച്ച് അവിടെ തന്നെ കുട്ടികളെ ജോയിൻ ചെയ്യിക്കും. അപ്പൊ ഞങ്ങൾ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, സംഗീത എന്ന ടീച്ചറിന്റെ പേര്, ടീച്ചർ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, അടുത്ത ദിവസം ആ കുട്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ കുട്ടികൾ വന്നല്ലോ, നോർമൽ ആയിട്ടൊരു കുട്ടി വരുന്നു, അതിന് വേറെ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. പക്ഷെ മിസ് പറഞ്ഞു, കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയറില് ആ കുട്ടി ഇതേപോലൊരു 8th അവൾക്കൊരു ഇയർ ബാക്ക് ഉണ്ട്. കാരണം അവള് കഴിഞ്ഞ പ്രാവശ്യം ഇന്ന സ്കൂളില് 8th സ്റ്റാൻഡേർഡിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ കുട്ടികൾ അവളെ ട്രീറ്റ് ചെയ്ത രീതിയിൽ അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമായി, ഡിപ്രഷനിലേക്ക് പോയി. പിന്നെ പഠിക്കണ്ട, ഒന്നും ചെയ്യണ്ട, ഞാൻ പഠിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മേനോട് പറഞ്ഞ് വീട്ടില് ഒരു വർഷം ഒന്നിനും പോവാതിരിക്കുകയാണ്. ഇത് അമ്മയുടെ നിർബന്ധവും പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് കൂടി പോയി സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കുട്ടി വന്ന് പഠിക്കാനും സമ്മതിച്ചേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്ത് പറ്റി, ഞങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല കേട്ടോ. മിസ് ആ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളാരും കളിയാക്കാൻ പാടില്ല, ഞങ്ങൾ വാൺ ചെയ്തു, നിങ്ങളാരും കളിയാക്കാൻ പാടില്ല, അവളോട് നല്ല രീതിയിൽ പെരുമാറുന്നൊക്കെ പറഞ്ഞു. മിസ് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ പെട്ടെന്ന് ഞങ്ങൾക്ക് എന്ന് വെച്ചാല് വലിയ പൊക്കത്താണ് ക്ലാസ് റൂമുകൾ വരുന്നത്. താഴെ ഒരു 5 സ്റ്റെപ്പ് കയറിയിട്ട് വേണം പൊക്കത്തേക്ക് ക്ലാസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ സ്റ്റെപ്സ് പെട്ടെന്ന് പൊളിക്കുന്നു. അവിടെ ഇങ്ങനെ നമ്മൾ സ്ലോപ്പ് ആയിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റെയർ വരുന്നു. സ്ലോപ്പ് ആയിട്ട് സ്റ്റെപ്പ് അല്ല, ഇതിന് പകരം സ്ലോപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ വരുന്നു. പെട്ടെന്നാണ് വരുന്നത്. PTA ഫണ്ടൊക്കെ എടുത്ത് അങ്ങനെ ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ PTA പ്രസിഡന്റ് ഒക്കെ വന്ന് അതൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങള് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആള് ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു. ടീച്ചർക്ക് കാര്യം മനസ്സിലായി തോന്നുന്നു. ക്ലാസ്സിൽ മിസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ബ്രേക്ക് ചെയ്തിട്ട് മിസ് എന്ത് ചെയ്ത് പോയി. അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു, ജനാലിലൂടെ നോക്കാണ് ആരാണോ വന്നേന്നുള്ളത്. അപ്പൊ ആദ്യം ആ ഒരു ഓട്ടോന്ന് ഇറങ്ങിയത് അവളുടെ അമ്മയാണ്. അമ്മ ഇറങ്ങി ഓട്ടോയുടെ ബാക്കിൽ അവിടെ വീൽ ചെയർ ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ച് അവൾ അതിലേക്ക് ഇരുത്തി. അമ്മ അത് എന്ത് ചെയ്തു, ഉന്തി ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരെയും പരിചയപ്പെടുത്തി, ഞങ്ങൾ എല്ലാവരെയും പരിചയപ്പെടുത്തി. ഞങ്ങൾക്കൊക്കെ പേടിയാണ്, കാരണം മിസ് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാലും മിസ് വഴക്ക് പറയോ. അപ്പൊ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ആള് വന്നിരിക്കണേ കേട്ടോ. സോ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കഴിഞ്ഞ അവൾ അവിടെ ഇരുന്ന് തുടങ്ങി. ആദ്യം 2-3 ദിവസം ഞങ്ങൾ ആരും സംസാരിക്കാനൊന്നും പോയില്ല. പതിയെ ഞങ്ങൾ അവളോട് സംസാരിക്കാൻ തുടങ്ങി, കമ്പനി ആകാൻ തുടങ്ങി. പിന്നെ അവൾ കണ്ടൊരു ക്വാളിറ്റി, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടിനും അവളുടെ അമ്മ എപ്പോഴും ഉണ്ടാവും പുറത്ത്. എന്നുവെച്ചാൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്, അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ക്ലാസ്സിന്റെ പുറത്ത് അവളുടെ അമ്മ വെയിറ്റ് ചെയ്യും. അവൾക്ക് എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിനും അമ്മ മാറിയൊന്നും പോവില്ല, ആ ക്ലാസ്സിന്റെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യും. അത് കണ്ടിട്ട് മിസ് അവിടെ കസേര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിസ് ചേച്ചി അവിടെ ഇരിക്കും, അവളുടെ അമ്മ അവിടെ ഇരിക്കും. ദെൻ അത് കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോൾ അവൾ എന്ത് ചെയ്യും, അവർക്ക് ഒരു റൂം ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൂമിലേക്ക് ആളെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ക്ലാസ് ഒക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്.
അത് കഴിഞ്ഞ് 8th 9th ഞങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്നു. പിന്നെ 10th ആയപ്പോൾ ഞങ്ങള് വേറൊരു ക്ലാസ്സിലേക്കും, അവള് അടുത്ത ആ ഒരു സെഷനിലേക്ക് ഒരു ക്ലാസ് വന്നപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്കും ജോയിൻ ചെയ്തു. 10th എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് അവൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 7A+ ഉണ്ടായിരുന്നു. അവൾക്ക് എഴുതാനൊന്നും പ്രശ്നമില്ല. പക്ഷെ മുട്ടിന് കീബോർഡ് തളർന്നിരിക്കുക, കൈക്കോ ഒന്നും പ്രശ്നമില്ല. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെയാ, നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ഒരു കുട്ടിയാ. അപ്പൊ നല്ല അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ആക്റ്റീവ് ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഡിസബിലിറ്റി വന്നത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. സ്പെഷ്യലി ആ ഒരു പ്രശ്നം വന്നത് ചെറുപ്പത്തില് കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഇവളുടെ അച്ഛൻ ഇവളെ അമ്മനെയും ഉപേക്ഷിച്ച് പോയതാ. അത് കഴിഞ്ഞിട്ട് അവളുടെ അമ്മയുടെ ലൈഫ് ഫുള്ളും ആ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു, അവളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു. അമ്മ ഫുൾ ടൈമും ഏതൊരു കാര്യത്തിലും അമ്മ കൂടെ ഉണ്ടാവും. Then one minute. സോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്താണ് ഫുൾ ടൈമും അവളുടെ അമ്മ കൂടുതൽ ടൈം അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ സപ്പോർട്ടൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. +1 +2 അവൾ ഞങ്ങളുടെ സ്കൂളിലല്ലായിരുന്നു, വേറെ സ്കൂളിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് റിയൂണിയന്റെ സമയത്താണ്. ഞാൻ 10th റിയൂണിയൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവളെ കാണുന്നത്. അപ്പോൾ അവളും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ ചെന്നു സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് അവളിപ്പോ PWD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. എന്നുവെച്ചാല് പിന്നെ പറഞ്ഞു അവള് വീട് വെച്ചു. ഞാൻ വീടിന്റെ പാർപ്പൊക്കെ കഴിഞ്ഞു. അമ്മയും മോളും തന്നെ ഇപ്പോഴും തനിച്ച്, എന്നാലും അവർ നല്ലൊരു ഹാപ്പി ലൈഫ് മുന്നോട്ട് നയിക്കുകയാണ്. എന്നുവെച്ചാല് ഞാനപ്പോ ആലോചിച്ചു, അന്ന് അവള് പഠിത്തമൊക്കെ നിർത്തി പഠിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ആ ഒരു ടൈമിൽ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾക്ക് ഇങ്ങനെയുള്ള ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റില്ലായിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നല്ലൊരു സപ്പോർട്ട് ടീച്ചേഴ്സിന്റെയും അതേപോലെ തന്നെ അവളുടെ അമ്മയുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ടൈം എന്ന് വെച്ചാല് ആളെ എപ്പോഴും കൂടെ ഉണ്ടാവും. അമ്മയുടെ ഒരു എഫേർട്ടിന്റെ ഫലം തന്നെയാണ് നമുക്ക് അങ്ങനെ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനൊക്കെ പറ്റിയത്. സോ നമ്മൾ പറയുന്നത് ഫിസിക്കലി ഡിസേബിൾ ആണെന്ന് പറഞ്ഞ് നമ്മളുടെ കുട്ടികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തല്ല വേണ്ടത്. അവരെ നമ്മൾ ഒരുമിച്ച് കൂടെ നിർത്തി അവരുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ എയിംസും കാര്യങ്ങളും എന്ത് ചെയ്യുക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഫിസിക്കൽ ഡിസബിലിറ്റി വരുന്നത് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഈ ഹാൻഡിക്യാപ്റ്റ് പോലുള്ള അസുഖങ്ങൾ അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കോമോട്ടർ, അത് എന്താ പറയാ ലോക്കോമോട്ടർ എബിലിറ്റി കുറയുമ്പോഴാണ് ഈ ഒരു അസുഖം വരുന്നത്. നമ്മുടെ എന്താ പറയാ ലോക്കോമോട്ടർ ഡിസബിലിറ്റി എന്നും കൂടി ഈ ഫിസിക്കൽ ഡിസബിലിറ്റിനെ പറയുന്നുണ്ട്. ഇൻഎബിലിറ്റി ടു മൂവ് ബോഡി പാർട്സ് ഫ്രീലി, അവർക്ക് നമ്മളെ പോലെ ഫ്രീ ആയിട്ട് ബോഡി പാർട്സ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്തോരം ഭാഗ്യം ചെയ്തവരോ അല്ലെ, നമ്മളെ ദൈവം ഭൂമിയിലേക്ക് എന്താണ് വിട്ടപ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല എന്താ പറയുക നമുക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ കാര്യങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു വിഷമം നമുക്ക് തോന്നും അല്ലെ. നമ്മളോട് പറയാണ് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഡെലിവറിയുടെ ഒക്കെ സമയത്ത് ചിലപ്പോൾ ബെഡ് റെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ടൈമില് നമ്മൾ ഒരാളുടെ ഒരു ഹെൽപ്പ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു വിഷമം തോന്നില്ലേ. അപ്പോ ഈ ഫിസിക്കൽ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം ആലോചിക്കുക. അവര് എല്ലാ ദിവസവും മറ്റൊരാളുടെ സഹായം പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് തനിയെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും സ്വയം ചെയ്യാൻ പറ്റുന്നില്ല. സോ അവർക്ക് ഓൾറെഡി അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ നമ്മൾ സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകും. മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കില്ല ഇവരുടെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ ഈ ഒരു ഡിസബിലിറ്റിയുടെ സമയത്ത് ഒരു കൈത്താങ്, ഒരു ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ഹാൻഡ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനായിട്ട് പറ്റണം. നമ്മളെപ്പോലെ തന്നെ അവർക്കും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അവർക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. സോ അവരുടെ എഡ്യൂക്കേഷൻ നീഡ്സ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനും ഉണ്ട്. ഇനി കുട്ടികളില് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരുന്നത് എങ്ങനെയാണ്, ഡ്യൂ ടു ഇഞ്ചുറീസ്, ആക്സിഡന്റ്, അതേപോലെ ചില അസുഖങ്ങൾ വരുന്നതിലൂടെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരും. പോളിയോ
പോളിയോ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോളിയോയില് പെർമനന്റ് ആയിട്ട് ഡിസബിലിറ്റീസ് ആണ് വരുന്നത്. ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് ഡിസബിലിറ്റീസ് വരും എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇമേജസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. നമുക്ക് ആ ഒരു ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് ആ ഒരു ഡിസബിലിറ്റീസ് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പൊ 25 വർഷമായിട്ട് എന്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, പോളിയോ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ 2011 ശേഷം പോളിയോ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളെ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇനി നമ്മുടെ തലമുറയില് അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷനിൽ ആരും ഈ ഒരു ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിനോ അസുഖമായിട്ട് അഫക്ട് ചെയ്യരുത് എന്ന് കണ്ടിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഈ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ പിന്നെ ചില അസുഖങ്ങൾ, ഇമ്മ്യൂണിറ്റി കുറവുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സെറിബ്രൽ ഹെമറേജ്, സ്പൈനൽ കോഡ് ഇഞ്ചുറി, ആക്സിഡന്റ് ഒക്കെ മൂലം സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ഒക്കെ വരാണെങ്കിൽ അവർക്ക് ഇങ്ങനൊരു അസുഖം വരുന്നുണ്ട്. TB വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിന്റ്സ് അങ്ങനെ തളർച്ച വന്നതായിട്ട് പറയുന്നുണ്ട്. ദെൻ ഇഞ്ചുറീസ്, റോഡ് ആക്സിഡൻസുകള്, പിന്നെന്താണ് ഇങ്ങനെയുള്ള ആക്സിഡന്റിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി വരും. ചിലപ്പോ എന്താണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് മേ ബി ഇങ്ങനെയുള്ള ആക്സിഡൻസ് കൂടെ അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. പിന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം ഈ ഒരു അസുഖം വരും. നമ്മള് പണ്ട് എന്താ പറയാ, അട്ടപ്പാടിയിലൊക്കെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം ചില ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങളും കാര്യങ്ങളും ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ആ ഒരു ഏരിയയിലൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു ഡിസബിലിറ്റീസ് വരാതിരിക്കാൻ മാക്സിമം നോക്കാം. കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ നീഡ്സും കാര്യങ്ങളും മെറ്റ് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് അവര് കൺസ്യൂം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്താം. ആക്സിഡൻസ് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ആക്സിഡൻസ് ചെറിയ കുട്ടികളാണ്, അപ്പോ അവർക്ക് അത് അറിയില്ല, അത് ആക്സിഡന്റ് ആണോ, അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് വരുന്ന റിസൾട്ട് ഒന്നും അറിയില്ല. അപ്പൊ നമ്മള് അമ്മമാര് അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുറച്ച് കെയർഫുൾ ആവണം. ഈ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാണ് വേണ്ടത്. ഓക്കെ, ഇനി ചില കാരണങ്ങൾ കൊണ്ട് ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വന്നിട്ടുണ്ട്. നമ്മള് എൻഡോസൾഫാൻ ദുരന്തം കേട്ടിട്ടുണ്ടോ? നിങ്ങള് കേട്ടിട്ടുണ്ട്? എൻഡോസൾഫാൻ കാരണം കുറെ കുട്ടികൾക്ക് ഫിസിക്കൽ ഡിസബിലിറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തില് ഈ ഒരു കാര്യം കൊണ്ട് ഒരുപാട് പേര് അതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് ഒരു സെമിനാർ ടോപ്പിക് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, 1 മിനിറ്റ്, ഞാൻ പെണ്ണ് എടുക്കട്ടെ. 1 മിനിറ്റ്. കേട്ടാ, ഞാൻ കുറച്ച് ഇൻസിഡൻസ് പറയും, അത് ഓരോരുത്തർ സെലക്ട് ചെയ്യുക. ആ ടോപ്പിക് തരുന്നതിനനുസരിച്ച് നിങ്ങൾ സെമിനാർ എടുക്കാം. എൻഡോസൾഫാൻ ആരാ എടുക്കുന്നത്? വെച്ചാല് എൻഡോസൾഫാൻ ദുരന്തത്തെ കുറിച്ച് ആരാണ് ക്ലാസ് എടുക്കുന്നത്? 2 പേർക്ക് എടുക്കാം. ടോപ്പിക് 2 പേർക്ക് എടുക്കാം കേട്ടോ. ആരാ റെഡി ആയിട്ടുള്ളത്? ഞാൻ എടുക്കാം മിസ്. സനില ഒരെണ്ണം. സനില. ഓക്കെ, സനില. എടുത്തവർക്കും എടുക്കാം കേട്ടോ. രഞ്ജിനി. അനിൽകുമാർ അല്ലേ? അതെ. ഭോപ്പാൽ ദുരന്തം കേട്ടിട്ടുണ്ടോ? ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ച് ആരെടുക്കും? വിസ്മയ. ശില്പ? യെസ് മാം. എടുത്തോ. അച്ഛനെ നെക്സ്റ്റ് എടുക്കാട്ടോ.
ഓക്കെ. ഇനി 2 പേഴ്സൺസിനെ കുറിച്ചിട്ടാണ് സെമിനാർ വരുന്നത് കേട്ടോ. ഹെലൻ കെല്ലർ അറിയോ? അഞ്ജന, ഹെലൻ കെല്ലർ ഓക്കെ ആണോ? അഞ്ജനയും അർച്ചനയും എഴുതാൻ കേട്ടോ. ഹെലൻ കെല്ലറിനെ കുറിച്ച് എടുക്കാനായിട്ട് അർച്ചനയും എഴുതാണ്. Then സ്റ്റീഫൻ ഹോക്കിൻസ്, രേഷ്മയുടെ പേര് എഴുതട്ടെ. ഒരാളും കൂടി അനു. അപ്പോ ഭോപ്പാൽ ദുരന്തം, എൻഡോസൾഫാൻ, ഹെലൻ കെല്ലർ, സ്റ്റീഫൻ ഹോക്കിൻസ്. പിന്നെ ഒരു ടോപ്പിക് ഈ ഒരു പോർഷനായിട്ട് ടേക്ക് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കുട്ടികളില് പഠന വൈകല്യം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ADHD കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, എടുത്തിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് മാം. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഗ്ലാഡിസ് ക്ലാസ് എടുത്തായിരുന്നു. പഠന വൈകല്യങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഈ ഒരു ഡിസബിലിറ്റീസ് അതില്ല. ആരാ പറയുന്നത്? ഞാൻ പറയാം. ഓക്കെ, അച്ഛന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ബാക്കി എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക അല്ലേ? ഞാൻ കൊടുക്കാം. ദിവ്യശ്രീ, ജ്യോതി, കവിത, ആരെങ്കിലും അത് പറയാം. ഞാനത് പേര് അസൈൻ ചെയ്യും. ഓക്കെ, മോന്റെ പേരെന്താണ്? ജ്യോതി. ഓക്കെയാണ്. പിന്നെ ആരാണ്? ജുബി. 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 ടീന, ടീനയും കൂടി എടുത്തിട്ട് കേട്ടോ. പഠന വൈകല്യല്ലേ മിസ്സേ? ആ, പഠന വൈകല്യം ഉണ്ടാവും. കുട്ടികൾ കാണും. പറഞ്ഞോളൂ. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ടോപ്പിക് ആണോ മാം? ഒരു ടോപ്പിക്, സെമിനാർ ടോപ്പിക് ആണ്. ഏതാ മാം? പഠന വൈകല്യം. പഠന വൈകല്യം. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. There are children with various types of physical handicap. എന്നുവെച്ചാൽ ഇന്ന് കുട്ടികളിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Some of the physical disabilities are congenital or the result of fatal disease. എന്നുവെച്ചാൽ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് കാരണം ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാം. ജന്മനാലെയുള്ള ഡിസബിലിറ്റീസ് ആവാം. This can also due to nutritional deficiencies or disabilities വരുന്നത് nutritional deficiencies accident കാരണമാണ്. These types of disabilities affect different parts of the body. ഈ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റീസ് നമ്മളുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിനെ അഫക്ട് ചെയ്യാം. സോ ദേ അഫക്ട് ദ നോർമൽ ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ. നമ്മുടെ വ്യക്തിയുടെ നോർമൽ ലൈഫിനെ സൊസൈറ്റി. ഇങ്ങനെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു സിമ്പത്തറ്റിക്, ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടീവ് ഹെൽപ്പ് അല്ലെങ്കിൽ റെസ്പോൺസ് ആണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അവരെ നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്യണം. അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി നമ്മൾ അവരൊപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു പരിധി വരെ ആ ഒരു ഡിസബിലിറ്റി ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ടീച്ചേഴ്സ് ആൻഡ് ദ ഹോൾ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ have to get their mental state and accept essential steps for responding to their needs favorably. അവരുടെ നീഡ്സും കാര്യങ്ങളും ഫേവറബിളി അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടീച്ചേഴ്സും നമ്മുടെ കുട്ടികളെയും ഒരുപോലെ നമ്മൾ അവർക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഇങ്ങനെ ഈ ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ വ്യക്തികൾക്ക് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റ് ഓക്കെ ആവുള്ളൂ. നമ്മൾ ഫുള്ളായിട്ട് സിമ്പതി കാണിക്കുകയല്ല വേണ്ടത്. അവരെ മനസ്സിലാക്കി ഒരു എമ്പത്തറ്റിക് മൈൻഡോട് കൂടി അവർക്കുള്ള സപ്പോർട്ടോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഗൈഡൻസ് കാര്യങ്ങളും കൊടുക്കണം. All children with physical deformities or handicap
do not require same type of compensatory education. എല്ലാ കുട്ടികൾക്കും സെയിം ടൈപ്പ് ഓഫ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആയിരിക്കില്ല വേണ്ടത്. അവരുടെ നീഡ്സ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ നീഡ്സ്. സോ നമുക്ക് ചെയ്യാവുന്നത് അവരുടെ നീഡ്സ് എന്താണ് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട എയ്ഡ്സുകൾ പ്രൊവൈഡ്സ്, അവർക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള എയ്ഡ്സും കാര്യങ്ങളും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ വീൽ ചെയർ ആവാം, വോക്കേഴ്സ് ആവാം, അങ്ങനെ അവർക്ക് വേണ്ട എന്താണ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹാൻഡ് ആണ്. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം, അവരുടെ ഒപ്പം നിൽക്കാം, അവരുടെ മെന്റൽ സ്റ്റേറ്റ് നമ്മൾ മനസ്സിലാക്കാം. അവരുടെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് അവർക്ക് കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ ടീച്ചേഴ്സിന് ഒരു നല്ല രീതിയിൽ നമ്മുടെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അവരുടെ ക്വാളിറ്റീസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികളിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും നമുക്ക് കാണാൻ പറ്റും. സോ അവരെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ അറിയുകയും ചെയ്യാനും കുറച്ച് സമയം നമ്മൾ ടീച്ചേഴ്സ് ചെയ്യണം. അങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി നമ്മുടെ സ്കൂളിലുണ്ട്, നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ എത്രയും നേരത്തെ തിരിച്ചറിയാനും അവർക്ക് വേണ്ട റിക്വയർമെന്റ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. എല്ലാവരും റീഡ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി ഏതായിരുന്നു? ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും. ഇനി നമുക്ക് കളറിംഗ് ബോക്സ് ചെയ്താലോ? കളർ ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ കളറിംഗ് ബോക്സ്. ഇല്ല, സെൻസ് ഓർഗൻസിന്റെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. തന്നിട്ടുണ്ട്. ഇല്ല, നെക്സ്റ്റ് വീക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാർഡ്സ് ആയിട്ടില്ല, ഫ്ലാഷ് കാർഡ് ആയിട്ടില്ല ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതെ മാം. മിസ് ഒരു കാര്യം, അതെ സെൻസറി ഓർഗൻസ് വരയ്ക്കുക അല്ലെങ്കിൽ വെട്ടിയൊട്ടിക്കാനല്ലേ പറഞ്ഞത് കാർഡില്? അതെ. പിന്നെ അതിന്റെ ഐസ്, നോസ് അതൊക്കെ എന്തിനാന്നും കൂടി എഴുതണല്ലേ? ഐസ് എന്ന് പറയുമ്പോൾ കാണാൻ, കാഴ്ച കാണിച്ചു റീഡ് ചെയ്യുന്ന ഒരു ഇമേജ് കൊടുക്കാം. നോസ് എന്ന് പറയുമ്പോൾ സ്മെല് ചെയ്യുന്നത്, നമുക്ക് ഒരു ഫുഡ് സ്മെല് ചെയ്യുന്നതാവാം, ഒരു കറിയുടെ സ്മെല് വരുന്നതാവാം, അങ്ങനെ എന്തെങ്കിലും ഇമേജസ് കിട്ടും. സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. കുട്ടികളെ കുറിച്ചിലൊക്കെ ഉണ്ടാവും. അത് സെൻസ് ഓർഗൻസ് പഠിപ്പിക്കുമ്പോ അങ്ങനെ ആണ് പഠിപ്പിക്കുക. പിന്നെന്താണ് കാര്യങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത്. ഓക്കെ, നിങ്ങളൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കിട്ടും. വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ വരയ്ക്കാം. ഇനി എന്നെ പോലെ മത്സരമാണെങ്കിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, എല്ലാവരും എല്ലാവരും മനസ്സിലാവില്ല. ഇതിൽ വരയ്ക്കുന്നത് നല്ല പിള്ളേരുണ്ട്, നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികളുണ്ട്. വരയ്ക്കുന്ന കുട്ടികൾ വരച്ചോണ്ട് കേട്ടോ. ഓക്കെ, സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് ചെയ്തപ്പോ സാൻഡ് പേപ്പർ യൂസ് ചെയ്തതല്ലേ ആൽഫബെറ്റ്സ് ചെയ്തത്? അതെ മാം.
കുറച്ച് പേര് മാത്രം ഗ്ലിറ്റർ പേപ്പർ ചെയ്തു എന്ന് തോന്നണം. മാം അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേപ്പർ ചെയ്യുന്നവര് മാറ്റാട്ടോ, മാക്സിമം അതൊന്ന് ചേഞ്ച് ചെയ്യാട്ടോ. സാൻഡ് പേപ്പർ തന്നെ യൂസ് ചെയ്ത് ചെയ്യാൻ നോക്കാട്ടോ. ഓക്കെ, ാത്തവരുണ്ടാവും ചിലപ്പോ, പുറത്തൊക്കെ ഉള്ളവർക്ക് ചിലപ്പോ കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവർ അവർക്ക് മാത്രം എക്സ്ക്യൂസ് ഉണ്ട്. ഇപ്പൊ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ഒരു ചെയ്തോട്ടെ. അവർക്ക് നോക്കുന്നത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലിയർ ആവുന്നില്ല മാം. സൗണ്ട് ക്ലിയർ അല്ല. സൗണ്ട് ക്ലിയർ വോയിസ് ബ്രേക്ക് ആവുന്നു മാം, ബ്രേക്ക് ആവുന്നു. എവിടെ മുതൽ ബ്രേക്ക് ആവുന്നത്? ഇപ്പോഴും കേൾക്കുന്നില്ലേ? ഇപ്പൊ ക്ലിയർ ആവുന്നു. മിസ്സേ കേട്ടില്ല മിസ്സേ. ട്ടോ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മിസ്സേ. ഓക്കെ. എക്കോ ക്യാൻസലേഷൻ. സാൻഡ് പേപ്പറിന്റെ കാര്യം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ. ഓക്കെ, എടാ സാൻഡ് പേപ്പർ നിങ്ങൾ സാൻഡ് പേപ്പർ മാക്സിമം സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്യാൻ നോക്കണം. ചെറിയ കുട്ടികളോട് ഞാൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലിറ്റർ പേപ്പർ മാറ്റി സാൻഡ് പേപ്പർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് അത് നല്ലതായിരുന്നു. പിന്നെ ചിലർക്ക് അവൈലബിൾ അല്ലാത്ത സ്ഥലത്തുള്ളവര് അല്ലെങ്കിൽ അങ്ങനെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കേരളത്തിലെല്ലാം പുറത്ത് നിന്ന് ഈ കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ പറഞ്ഞാൽ മതി ഞാൻ സ്ഥലത്താണ്, ബാക്കി എല്ലാവരും കമ്പൽസറി സാനിറ്റൈസർ തന്നെ ചെയ്യണം. കേൾക്കുന്നില്ലേ? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. ഡിസ്റ്റർബ് ഉണ്ടോ മാം? മാം സാൻഡ് പേപ്പർ ഇനി വരുന്ന വർക്ക് അങ്ങനെയാണോ പറഞ്ഞത്? മുന്നേ ചെയ്തത് സാൻഡ് പേപ്പറിലായിരുന്നോ ടീന? സാൻഡ് പേപ്പർ ആയിരുന്നു. അപ്പൊ അത് ഓക്കെയാണ്, കുഴപ്പമില്ല. ചില കുട്ടികൾ 1-2 പേര് ഡിജിറ്റൽ പേപ്പറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ചെയ്യാനാ പറഞ്ഞത്. ഞാനൊന്നേ എക്സിറ്റ് ആയിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഷെയർ ചെയ്തേ 1 മിനിറ്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, നമ്മളെ പോലെ തന്നെ നോർമൽ കുട്ടികളെ പോലെ തന്നെ ഈ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കും എന്ത് വേണം? എഡ്യൂക്കേഷൻ പ്ലസ് ട്രീറ്റ്മെന്റ്. അവർക്ക് നമ്മൾ പറയുമ്പോൾ നമ്മള് എഡ്യൂക്കേഷനൊപ്പം തന്നെ, നോളജിന്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷനൊപ്പം തന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൂടി കൊണ്ടുപോകണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഈ മോണ്ടിസോറി മെത്തേഡ് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തത് മെന്റലി റിട്ടൈൻ ചിൽഡ്രൻസിനാണ്. എന്നുവെച്ചാല് മോണ്ടിസോറി നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ഡോക്ടറായിരുന്നു, ഫിസിഷ്യനായിരുന്നു. മോണ്ടിസോറിയുടെ ആദ്യ കാലഘട്ടത്തില് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. സോ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു എന്തുകൊണ്ടാണ് അവർക്ക്
ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് സെൻസ്, ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞില്ലേ സെൻസ് ഓർഗൻസിനെ കുറിച്ച് പറഞ്ഞല്ലേ? അപ്പൊ ഈ സെൻസിന്റെ അഭാവം കൊണ്ട് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിന്റെ കുറവ് കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു സെൻസറി മെറ്റീരിയൽസും കാര്യങ്ങളാണ് ആദ്യം മോണ്ടിസോറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. സോ ആ കുട്ടികളിൽ കുറച്ച് പതിയെ കുറച്ച് മാറ്റങ്ങൾ വരുന്നത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് മോണ്ടിസോറി എന്ത് വിചാരിച്ചു, ഈ മെത്തേഡ് നമുക്ക് നോർമൽ കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ഈ കുട്ടികളിൽ ഇത്രയും മാറ്റം വന്നെങ്കിൽ നോർമൽ കുട്ടികളിൽ അത് എത്ര മാറ്റം വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്നീ കാണുന്ന മോണ്ടിസോറി മെത്തേഡ് ഡിറൈവ് ചെയ്ത് വന്നത്. അന്ന് സെൻസറി മെറ്റീരിയൽസ് മാത്രമായിരുന്നു ഉള്ളത്. ഇന്ന് ഒരുപാട് ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് ഏരിയയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, സെൻസറി ഏരിയ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, അങ്ങനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരുപാട് മെറ്റീരിയൽസ് ഇന്ന് മോണ്ടിസോറിയിൽ ഉണ്ട്. അന്ന് ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. ആ ബേസിക് മെറ്റീരിയൽസ് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ആ കുട്ടികളിൽ നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ നോർമൽ കുട്ടികളിൽ മാത്രമല്ല, മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള കുട്ടികളിലും അത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. ഓക്കെ, നല്ലൊരു എഫക്റ്റീവ്നെസ് കിട്ടുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ കാര്യമായാലും അതേപോലെ തന്നെയാണ് ഈ കുട്ടികൾ ഒരു പരിധി അത് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോണ്ടിസോറി മെറ്റീരിയൽസും കാര്യങ്ങളും മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ അത് എഫക്റ്റീവ് ആണ്. സോ നമ്മൾ മെന്റലി റിറ്റൈൻഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സെമിനാറിന്റെ കാര്യം മറക്കണ്ട. നമ്മൾ എന്താണ് നെക്സ്റ്റ് ഫ്രൈഡേ സെമിനാർ കണ്ടക്ട് ചെയ്യണം. ഓക്കെ മാം, കഴിഞ്ഞ ചാർട്ട് കാണിച്ചില്ലായിരുന്നു. പ്രസന്റ് ചെയ്തോളാം. ഓക്കെ മാം. ഓക്കെ, ചാപ്റ്റർ ആൽഫബറ്റ്. ആൽഫബറ്റ് ചെയ്താണോ? ചെയ്തു മാം. ആൽഫബറ്റും സ്മോൾ ലെറ്ററും കാണിച്ചായിരുന്നു. പക്ഷെ ആൽഫബറ്റ് ഗ്ലിറ്റർ പേപ്പറിലായിരുന്നു ചെയ്തത്. അത് മാറ്റിക്കോളാം. പതുക്കെ മാറ്റിയാൽ മതി. ഇപ്പൊ നമുക്ക് പതുക്കെ ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ചില പറഞ്ഞോ. ഞാനും കൂടി ഒന്ന് പ്രസന്റ് ചെയ്തോട്ടെ നമ്പർ ചാർട്ട്. ആണോ? നന്നായിട്ടുണ്ട് കേട്ടോ. ആൽഫബറ്റ്സ് മാം. നമ്പർ ചാർട്ട് നമ്പർ ചാർട്ട്. താങ്ക് യു മാം. അനു പ്രസന്റ് ചെയ്തോ. ജുബി പ്രസന്റ് ചെയ്തോട്ടെ. കാണാട്ടാടാ. ആൽഫബറ്റ് ചാർട്ട് കണ്ടു, വരച്ചിരിക്കുന്നതാണല്ലേ? ഓക്കെ, നമ്പർ ചാർട്ട് കാണാട്ടോ. ഓക്കേടാ. അനു പ്രസന്റ് ചെയ്തോടാ. നന്നായിട്ടുണ്ട് കേട്ടോ വരച്ചിരിക്കുന്നത്. കാറൊക്കെ നല്ല ഭംഗിയുണ്ട്. മാം, ഞാനും കൂടി ഒന്ന് പ്രസന്റ് ചെയ്തോട്ടെ. മിന്നു മോള് പ്രസന്റ് ചെയ്തോടാ. ഓർഗൻസിനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടേ. താങ്ക് യു മിസ്. ചെയ്തോടാ. ഓക്കെ, ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ ചാർട്ടോ. ഒരു മിനിറ്റ്. പ്രസന്റ് ചെയ്യുന്നുണ്ടാടാ.
അതിന് ആ, ഒരു ചെയ്യണം. വർക്ക് കളർ കംപ്ലീറ്റ് ആക്കിയിട്ടാടാ കളർ ചെയ്യട്ടോ. ശരി. സിന്ധു ചെയ്താടാ? ബാക്ക് ക്യാമറ ടോപ്പിലായിട്ടിടാം, മുകളിലായിട്ട് 2 ആരോ മാർക്ക് ഉണ്ടാവും. ആരോ മാർക്ക് പോലെ ഒരു റൗണ്ടോ അല്ലെങ്കിൽ സ്ക്വയർ പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ ഫോൺ ചെരിച്ച് കാണിച്ചാലും മതി. സെൻസ് ഓർഗൻസ് ആണോ? നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കേടാ. പിക്ചർ വീല് അത് ഓക്കേടാ. പിക്ചർ വീൽ ആരാ തന്നത് ആക്ടിവിറ്റി? അശ്വതി മിസ് അല്ലേ? അശ്വതി മിസ്. നമ്പർ ഫിൽ ചെയ്തോ? ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ക്ലാസ് വൈകിട്ടാണ്. താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? Reshma. I am Reshma. Thank you, Miss, and all friends, for a wonderful class given by Abhirna Miss. Thank you all. താങ്ക് യു. താങ്ക് യു മാം.